നമസ്കാരം. കേരള സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ശുശ്രൂഷയും പ്രാർത്ഥനയും ഒരുമിച്ച് സമൂഹത്തിന് സമ്മാനിക്കാൻ LAR സന്യാസിനിമാർക്ക് കഴിഞ്ഞതായി പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. LAR സന്യാസിനി സമൂഹത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ കേരള തലത്തിലുള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. പേരിന്റെ അർത്ഥം പ്രസക്തമാക്കി സേവനത്തിന്റെ സുവിശേഷം സമ്മാനിക്കാൻ LAR സന്യാസിനി സമൂഹത്തിന് കഴിഞ്ഞുവെന്നും സമർപ്പിത ജീവിതത്തെക്കുറിച്ച് രൂപതയ്ക്ക് നവമായ കാഴ്ചപ്പാട് LAR സന്യാസിനി സമൂഹം സമ്മാനിച്ചിട്ടുണ്ടെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കണിയോടിക്കൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മോൻസ് ജോസഫ് MLA കയ്യെഴുത്ത് മാസിക പ്രകാശനം ചെയ്തു. നീതിക്കും അവകാശ സംരക്ഷണത്തിനും ലത്തീൻ കത്തോലിക്കരെ ജാഗരൂകരാക്കുന്നതിനായി കേരളത്തിലെ ലത്തീൻ രൂപതകളിലെ ഇടവകകളിൽ ജനജാഗരം നേതൃസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് KRLCC അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളുടെ തയ്യാറെടുപ്പിനായി സംഘടിപ്പിച്ച നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ജനജാഗര നേതൃ സമ്മേളനങ്ങളുടെ ലോഗോ വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലിന് നൽകിക്കൊണ്ട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പ്രകാശനം ചെയ്തു. KRLCC ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ ചടങ്ങിൽ സംസാരിച്ചു. ജനജാഗ്രത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിശീലന ക്യാമ്പ് ഇന്നും നാളെയുമായി ഇടക്കൊച്ചി അൽഫോൻസ പാസ്റ്റർ സെന്ററിൽ നടക്കും. ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് സഭയുടെയും സമുദായത്തിന്റെയും സാമൂഹിക നീതിയുടെയും ശബ്ദമാകണമെന്ന് മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുനേടം. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മാനന്തവാടി രൂപത പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. കർഷകരും കർഷക തൊഴിലാളികളും ചെറു സംരംഭകരും അതിരൂക്ഷമായ പ്രതിസന്ധിയിലാണ്. കർഷകന്റെ ജീവനും ജീവനോപാധികൾക്കും സംരക്ഷണമില്ല എന്നും ടൂറിസം മേഖലയെ നേരിട്ടും അല്ലാതെയും ഉപജീവനത്തിന് ആശ്രയിക്കുന്ന നൂറുകണക്കിന് സാധാരണക്കാരും വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും മാർ ജോസ് പൊരുനേടം പറഞ്ഞു. സ്വാഭാവിക നീതി നിഷേധം നേരിടുന്ന ഈ വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കത്തോലിക്ക കോൺഗ്രസ് മുന്നിട്ടിറങ്ങണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. ചെമ്പന്തൊട്ടി മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് അപകട ഭീഷണിയായ നായനാർ മല കരിങ്കൽ ക്വാറി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ക്വാറി വിരുദ്ധ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം നടത്തപ്പെട്ടു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. സജീവ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചെമ്പന്തൊട്ടി ടൗണിൽ രാവിലെ 8 മണി മുതലാണ് ഉപവാസ സമരം ആരംഭിച്ചത്. ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ KV ഫിലോമിന, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുക്കും. തലശ്ശേരി അതിരൂപത വൈദികരുടെ ആദ്യ ബാച്ചിന്റെ വാർഷിക ധ്യാനം സമാപിച്ചു. ഈ മാസം 15-ാം തീയതി മുതലായിരുന്നു വാർഷിക ധ്യാനം ആരംഭിച്ചത്. അതിരൂപതയിലെ 120ഓളം വൈദികരാണ് ആദ്യ ബാച്ചിലെ ധ്യാനത്തിൽ പങ്കെടുത്തത്. MCBS സഭാംഗമായ റവറന്റ് ഫാദർ ജോർജ് കാട്ടൂർ MCBS ആണ് ധ്യാനത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ബാച്ച് ഈ വരുന്ന ഞായറാഴ്ച പരിയാരം മദർ ഹോമിൽ വെച്ച് നടക്കും. 250ഓളം വൈദികരായിരിക്കും രണ്ടാം ബാച്ചിൽ പങ്കെടുക്കുക. ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികർക്കും വേണ്ടിയും അതിരൂപതയിലെ എല്ലാ വിശ്വാസികളും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. പാല മരിയ സദനത്തിന്റെ അതിജീവനത്തിനായുള്ള ജനകീയ കൂട്ടായ്മ നടത്തപ്പെട്ടു. ഫ്രാൻസിസ് ജോർജ് MP പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 10 നടത്തുന്ന ധനസമാഹരണ യജ്ഞത്തിനായി മരിയ സദനത്തിന് സാമ്പത്തിക സഹകരണം കഴിയുന്ന സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കുന്നതിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇടപ്പാടിയിൽ 1/2 ഏക്കറും പൂവരണിയിൽ 1.5 ഏക്കറും സൗജന്യമായി ലഭിച്ച സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് വഴി 250 ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അനാഥരെയും ഒറ്റപ്പെട്ടവരെയും മാനസിക രോഗികളെയും സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനം ഉണ്ടാക്കുന്നതുവരെ ഇത്തരം സ്ഥാപനങ്ങളെ സഹായിക്കണമെന്ന് യോഗം തീരുമാനിച്ചു. വിദേശ രാജ്യങ്ങളിലും നാട്ടിലെ സൗഹൃദ കൂട്ടായ്മകളിലും വാട്സ്ആപ്പ് മുഖേനയും ഒക്ടോബർ 10 നടത്തുന്ന ധനസമാഹരണ യജ്ഞത്തെക്കുറിച്ച് അറിയിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്നും യോഗം തീരുമാനിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രം 50 നിർധന കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും ഒരുക്കിക്കൊടുക്കുന്നു. വീടും സ്ഥലവും കൈമാറുന്നതിന്റെ രേഖാസമർപ്പണം സെപ്റ്റംബർ 23 ഉച്ചകഴിഞ്ഞ് 2:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി K രാജൻ അധ്യക്ഷത വഹിക്കും. റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൗരോഹിത്യ ജൂബിലിയോടനുബന്ധിച്ച് രാവിലെ 11 ആഘോഷമായ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും.
1900 നിർധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൗജന്യമായി പരിപാലിക്കുന്ന 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികാഘോഷവും 100 കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും ശിലാഫലക അനാച്ഛാദനവും റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ VC-യുടെ പൗരോഹിത്യ ജൂബിലി ആഘോഷവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കർഷകരോടുള്ള അവഗണന അവസാനിപ്പിച്ച് കർഷകർക്ക് അന്തസ്സോടെ ജീവിക്കാൻ സർക്കാർ സാഹചര്യമൊരുക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ്. കർഷകരുടെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളും ഉത്സവബത്തയും നൽകാൻ ഉത്സാഹിക്കുന്ന ഭരണാധികാരികളുടെ കർഷകരോടുള്ള സമീപനം പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. കർഷകരോടുള്ള ചിറ്റമ്മ നയം സർക്കാർ തിരുത്തണം. കൃഷിക്കാർക്ക് സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെ കർഷകർക്കൊരു കൈത്താങ്ങ് എന്ന പേരിൽ നടത്തിയ വായ്പാമേള സംഘടിപ്പിച്ചു. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടന പരിപാടി നിർവഹിച്ചു. സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 34 സ്വയം സഹായ സംഘങ്ങളുടെ ശാക്തീകരണത്തിനും വിവിധ കർമ്മ പരിപാടികളിലൂടെ സംഘങ്ങൾക്കും അതുവഴി നിരവധി കുടുംബങ്ങളിലെ കർഷകർക്കും മികച്ച വരുമാനം ലഭ്യമാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ 56,30,000 രൂപയാണ് വായ്പയായി നൽകിയത്. അടുത്ത ഘട്ടത്തിൽ 3 കോടി രൂപ സംഘങ്ങൾക്ക് വായ്പ നൽകും. മുനമ്പത്തെ 600-ലേറെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഗൂഢനീക്കം അങ്ങേയറ്റം ഹീനകരവും അപലപനീയവുമാണെന്ന് അതിരൂപത ഈസ്റ്റേൺ കാത്തലിക് അസോസിയേഷൻ നേതൃസമിതി യോഗം. പ്രസിഡന്റ് പ്രൊഫസർ ജോസഫ് ടിറ്റോയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മറ്റു പൗരന്മാരുടെ ഭൂമി ഏറ്റെടുക്കുവാനുള്ള വഖഫ് നീക്കം ചെറുത്തു തോൽപ്പിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടു. അതിരൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ തോമസ് കറുകക്കളം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജെയിംസ് കൊക്കവയലിൽ വിഷയാവതരണം നടത്തി. ഭാരവാഹികളായ തോമസ് കുട്ടി മണക്കുന്നേൽ, ബേബിച്ചൻ പുത്തൻപറമ്പിൽ, KP മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക സമുന്നതി പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ 14 പഞ്ചായത്തുകളിലെ 600ഓളം സ്വാശ്രയ സംഘപ്രവർത്തകരുടെ ഭവനങ്ങളിൽ അടുക്കളത്തോട്ടം ഒരുക്കുന്നു. മുറ്റത്തും മട്ടുപ്പാവിലുമായി അടുക്കളത്തോട്ടം നിർമ്മിച്ച് ഭവനത്തിനാവശ്യമായ പച്ചക്കറിയുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് നിർവഹിച്ചു. ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി വിത്തുകളും ഗ്രോ ബാഗുകളും സൗജന്യ നിരക്കിൽ ലഭ്യമാക്കുന്നതോടൊപ്പം ഏറ്റവും മികച്ച കർഷകർക്ക് അവാർഡുകളും നൽകും. മാനന്തവാടി രൂപതയുടെ സാമൂഹ്യ വികസന പ്രസ്ഥാനമായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പുഞ്ചിരിമട്ടം ദുരിതബാധിതർക്കായി വിപുലമായ രീതിയിൽ ശുചിത്വ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ശുചിത്വ ബോധവൽക്കരണ സെമിനാർ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോജ് പാലത്തളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 1965 ആരംഭിച്ച കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2024 സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ കോളേജിൽ സ്പെക്ട്ര ദ ഡയമണ്ട് ജൂബിലി എക്സ്പോ എന്ന പേരിൽ ഒരു വിപുലമായ വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിക്കുന്നു. സ്കൂൾ കോളേജ് കരിക്കുലത്തിന്റെ ഭാഗമായ ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നവീന വികാസങ്ങളുമാണ് ഏവർക്കും ആകർഷകമായി അനുഭവിച്ചറിയാൻ കഴിയും വിധം കോളേജിലെ പഠന വകുപ്പുകൾ അവതരിപ്പിക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകരാൻ സ്ഥാപിതമായ ഈ കലാലയം പാഠ്യേതര രംഗങ്ങളിൽ രാജ്യത്തെ മുൻനിര കോളേജുകളിലൊന്നായി വളർന്നു കഴിഞ്ഞു. മനുഷ്യജീവൻ മറ്റേത് ജീവനേക്കാളും ശ്രേഷ്ഠമാണെന്നും അതിനെ സംരക്ഷിക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ. തൃശൂർ അതിരൂപത ജോൺ പോൾ പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രോലൈഫ് ടീച്ചേഴ്സ് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCBC പ്രോലൈഫ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫാമിലി അപ്പസ്തോലിക് ഡയറക്ടർ ഫാദർ ഡെന്നി താനിക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കൂത്തൂർ, EC ജോർജ് മാസ്റ്റർ, രാജൻ ആന്റണി, പ്രിൻസ് കരേക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തീർത്ഥാടന കേന്ദ്രമായ ചെങ്ങളം സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക ദിനാഘോഷവും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിലിന് സ്വീകരണവും നാളെ നടക്കും. വൈകുന്നേരം 4:15 ഇടവക അംഗങ്ങളായ വൈദികരുടെ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലിയോടെ ഇടവക ദിനാചരണം ആരംഭിക്കും. തുടർന്ന് നിയുക്ത മെത്രാപ്പൊലീത്തയ്ക്ക് സ്വീകരണവും നൽകും. സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ നടക്കുന്ന സമ്മേളനം മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്യും.
വികാരി മോൺസിഞ്ഞോർ ജോർജ് ആലുങ്കൽ അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ ഇടവകയിലെ മുതിർന്ന വ്യക്തികളെ ആദരിക്കും. തുടർന്ന് ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെയും സൺഡേ സ്കൂൾ കുട്ടികളുടെയും നേതൃത്വത്തിൽ കലാസദ്യയും നടക്കും. തലശ്ശേരി അതിരൂപതാ സമിതിയുടെ 2024-25 പ്രവർത്തന വർഷ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ചന്ദനക്യാമ്പാറ ചെറുപുഷ്പ ദേവാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉച്ചയ്ക്ക് 2:30 നടത്തപ്പെട്ടു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. KCYM അതിരൂപത പ്രസിഡന്റ് ജോയൽ പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചുവട് 2024 എന്ന പേരിൽ നടത്തപ്പെട്ട പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത് പൈസക്കരി ഫൊറോനയാണ്. ചടങ്ങിൽ അതിരൂപത സമിതിയെ ആദരിക്കുകയും 2023-24 വർഷം 19 ഫൊറോനകളെ ധീരമായി നയിച്ച പ്രസിഡന്റുമാർക്കുള്ള ആദരം നൽകുകയും ചെയ്തു. താമരശ്ശേരി രൂപത റൂബി ജൂബിലിയോടനുബന്ധിച്ച് മാതാപിതാക്കൾക്കായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയായ ഫെയ്ത്ത് അറ്റ് ഹോം ചക്കിട്ടപ്പാറ സെന്റ് ആന്റണീസ് ഇടവകയിൽ നടത്തി. വികാരി ഫാദർ പ്രിയേഷ് തേവടിയിൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോയൽ കുമ്പുക്കൽ, സിസ്റ്റർ രമ്യ FCC എന്നിവർ ക്ലാസ് നയിച്ചു. PTA ഭാരവാഹികളായ ബിജു എഴുത്താണിക്കുന്നേൽ, രജിത കുരിശുമൂട്ടിൽ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചേർത്തലയിലെ തങ്കിപ്പള്ളി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ കുരിശിന്റെയും പരിശുദ്ധ വ്യാകുല മാതാവിന്റെയും സംയുക്ത ദർശന തിരുനാൾ ഇന്നും നാളെയുമായി നടക്കും. ഇന്ന് വൈകുന്നേരം 6-ന് വികാരി ഫാദർ ജോർജ് എടേഴത്ത് തിരുനാളിന് കൊടിയേറ്റും. തുടർന്ന് 6:30-ന് ജപമാലയോടുകൂടി ഫാദർ സിജു ആന്റണി പാലത്തറയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി അർപ്പിക്കും. ഫാദർ ആന്റണി നെറുമ്പറമ്പിൽ സന്ദേശം നൽകും. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ച, വെസ്പര പ്രദക്ഷിണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.